ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആവശ്യമില്ലാത്ത വൺ കാർഡ് ക്രെഡിറ്റ് കാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാർഡിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നിങ്ങൾക്ക് സെക്യൂർഡ് കാറ്റഗറിയിലും കിട്ടുന്ന കാർഡാണ്, അതുപോലെ തന്നെ അൺസെക്യൂർഡ് കാറ്റഗറിയിലും കിട്ടുന്ന കാർഡാണ്. ഈ ഒരു അൺസെക്യൂർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ മറ്റുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ലഭിക്കുന്നത് പോലെ തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവ് ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോർ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കിത് സെക്യൂർഡ് കാറ്റഗറിയിലും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീരെ ക്രെഡിറ്റ് സ്കോറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററിയോ ഇല്ലാത്ത ആളുകൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്താലും ഈ ഒരു കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അപേക്ഷ കൊടുക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അപ്രൂവ് ആയിട്ട് കിട്ടുന്ന കാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാർഡ് കൂടെയാണ്. പക്ഷേ ചില ഇഷ്യൂസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ലൊക്കേഷനിൽ ഇവരുടെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാർഡിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്ന് അറിയുന്നതിനുള്ള ഒരു ലിങ്ക് വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാർഡ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ ഒരു കാർഡ് ആദ്യം എടുത്തിരുന്നത് സെക്യൂർഡ് കാറ്റഗറിയിലായിരുന്നു. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5000 രൂപ മുതൽ ഏത് എമൗണ്ട് നമുക്കിതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് പിന്നീട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ 5000 രൂപയാണ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു 5000 റുപ്പീസ് ആയിരിക്കും ഇതിൻ്റെ ലിമിറ്റ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 110% വരെയൊക്കെ ഇവർ തരാറുണ്ട്. മാക്സിമം കാർഡ്സ് എല്ലാം 90% വരെ മാത്രമാണ് ഇത്തരത്തിൽ FD ഇട്ടുകൊണ്ട് കാർഡ് എടുക്കുന്ന സമയത്ത് ലിമിറ്റ് തരാറുള്ളത്. പക്ഷേ ഈ ഒരു കാർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു 110% വരെ, അതായത് 5000 റുപ്പീസ് FD ഇടുന്ന ആളുകൾക്ക് 5500 റുപ്പീസ് വരെയൊക്കെ ലിമിറ്റ് കൊടുക്കാറുണ്ട്. മാത്രമല്ല ഇതിന് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ കൊടുക്കേണ്ടതില്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാർഡാണ്. മാത്രമല്ല ഇതിൻ്റെ റിവാർഡ് പോയിന്റ് ഒന്നും ഒരിക്കലും എക്സ്പയർ ആകുന്നതുമല്ല. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഈ ഒരു കാർഡിനുണ്ട്. ഈ ഒരു വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഏകദേശം 5ഓളം ബാങ്കുകളുമായി ടൈപ്പ് ആയിട്ടാണ് ഇത്തരത്തിൽ കാർഡ് നമുക്ക് നൽകുന്നത്. അതായത് ഈ ഒരു ഫിൻടെക് ഫേമിന് ബാങ്കിങ് ലൈസൻസ് ഇല്ല. പക്ഷേ RBIയുടെ ബാങ്കിങ് ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഏകദേശം 5ഓളം ട്രഡീഷണൽ ബാങ്കുകളുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് ഞാൻ എടുത്തിരുന്നത് FD ബേസിലായിരുന്നു. ഏകദേശം 5000 റുപ്പീസ് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നീട് ഞാൻ അത് ഗ്രാജുവലി കാർഡിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യം വന്ന സമയത്ത് ഏകദേശം അപ് ടു 40,000 റുപ്പീസ് വരെ ഞാൻ ഇൻക്രീസ് ചെയ്തിരുന്നു. അതായത് പലപ്പോഴും പല ആളുകൾക്കുള്ള സംശയമാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഒരു 20,000 റുപ്പീസ് ആണ്. അതായത് 20,000 രൂപ ലിമിറ്റുള്ള കാർഡിൽ നമുക്ക് 30,000 രൂപയുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. എൻ്റെ കാർഡിൻ്റെ ലിമിറ്റ് ഒരു 5000 റുപ്പീസ് ആയിരുന്ന സമയത്ത് എനിക്കൊരു 35,000 റുപ്പീസിൻ്റെ ഇടപാട് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ലിമിറ്റ് 40,000 റുപ്പീസിലേക്ക് ഇൻക്രീസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു 40,000 റുപ്പീസ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതോടുകൂടി പിന്നീട് ആ ഒരു എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ഒരിക്കലും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയാണോ ആ ഒരു ലിമിറ്റിനുള്ളിൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ഈ ഒരു കാർഡിൻ്റെ കേസിൽ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ ലിമിറ്റ് എങ്കിൽ നിങ്ങൾക്കൊരു മെറ്റൽ കാർഡായിരിക്കും കിട്ടാൻ പോകുന്നത്, സാധാരണ പ്ലാസ്റ്റിക് കാർഡല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മെറ്റൽ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 40,000 രൂപയ്ക്ക് എങ്ങനെയാണ് മെറ്റൽ കാർഡ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വൺ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു FD ബേസിൽ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ഓഫറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു 40,000 രൂപ അവർ തിരിച്ചെനിക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സ് തന്നെ ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് ഇതുമായി ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ അയച്ചു തരും. ആ ഒരു 40,000 രൂപ റിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്തു. മാത്രമല്ല പുതിയ കാർഡിൽ ഏകദേശം 1,40,000 രൂപയാണ് ലിമിറ്റ് വന്നിട്ടുള്ളത്. അതായത് സെക്യൂർഡ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന കാർഡ് ഇപ്പോൾ അൺസെക്യൂർഡ് കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ കൺവേർട്ട് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ആ ഒരു ഹിസ്റ്ററി നല്ലപോലെ ആയിരിക്കണം, നല്ലപോലെ യൂസ് ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡ്യൂസ് ഒന്നും വരുത്താതെ റീപേയ്മെൻറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ ഇത് സെക്യൂർഡ് കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിലും ഒരു പക്ഷേ നല്ലപോലെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അൺസെക്യൂർഡ് കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ആകാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹൈ ലിമിറ്റോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിവേ ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇന്ത്യൻ ബാങ്കിൻ്റെ ലോഗോ കാണാനായിട്ട് പറ്റും. ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ഈ ഒരു കാർഡ് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വൺ കാർഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പിറകുവശത്തായിട്ട് പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ്. അപ്പോൾ എനിവേ നമുക്ക് ക്വിക്കായിട്ടൊന്ന് ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ കാർഡൊക്കെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ പക്കൽ കിട്ടിക്കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 30 ദിവസത്തിനകം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ
ഇൻവാലിഡ് ആകുന്നതാണ്. അങ്ങനെയുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. സേ ഹൈ ടു വൺ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കാർഡിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റ് 1 lakh rupees മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റൽ കാർഡ് കിട്ടാനാണ് സാധ്യത. ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു QR കോഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് നൗ എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡാണ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സ്കാൻ QR കോഡ് എന്നുള്ള ഇതിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു QR കോഡ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതോടുകൂടി നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും ഈസിയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ കാർഡിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാർഡിൻ്റെ പിന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിതിൽ കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ലെറ്ററാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിനകത്തായിട്ടാണ് നമ്മുടെ കാർഡ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാർഡ്. മെറ്റൽ കാർഡാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. വിസ സിഗ്നേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ കസ്റ്റമറുടെ നെയിം ഉണ്ടാവും. അതുപോലെ തന്നെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ NFC ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്കിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ കാർഡിൻ്റെ പിറകുവശത്തായിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. വൺ കാർഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 2 തവണ പിന്ന് എൻ്റർ ചെയ്തുകൊണ്ട് കാർഡിൻ്റെ പിന്ന് സെറ്റപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 പിൻ ഇതേപോലെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെറ്റ് കാർഡ് പിൻ എന്നുള്ള അതിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ കാർഡ് ആക്റ്റീവ് ആണ്. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഇതിനുള്ള ലിങ്കും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഇതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ഒഫീഷ്യൽ എന്ന വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.